മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാനാണ് ആംബുലൻസ് എന്റെ ചേട്ടനെ എടുത്തത്. ഞാൻ ഡ്രൈവർ മുന്നിലും ഞാൻ ബാക്കിൽ, എന്റെ മടിയിലാണ് ചേട്ടൻ കിടന്നത്. കാല് തൊട്ട് ഞാൻ നമസ്കരിച്ചു. എന്റെ ചേട്ടനോട് ഞാൻ ചോദിച്ചു എന്തിനു പോയി. ഞങ്ങൾ ഇത്രയും കടവും ഇതെല്ലാം മേടിച്ച ചേട്ടന്റെ സ്വപ്നത്തിന് വേണ്ടിയാണ്, ചേട്ടന്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ട് ചേട്ടനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്രയും സത്യം പറഞ്ഞാൽ എന്താണ് വിഷമിച്ചിരിക്കണേ? എന്താണ് കാര്യം? എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഞാൻ അനുഭവിച്ച വേദനയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ഉള്ളത് എൻ്റെ അമ്മയും എൻ്റെ കൂടെപ്പിറപ്പായ എൻ്റെ ചേട്ടൻ മകേഷുമാണ്. എൻ്റെ ആ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മാക്സിൽ മാനേജറാണ് ചേട്ടൻ. ഇതാണ് ചേട്ടൻ. എന്താ സംഭവിച്ചത് ചേട്ടന്? ചേട്ടനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു 23, ഇപ്പം എനിക്ക് 32 വയസ്സുണ്ട്, ചേട്ടന് 33 വയസ്സുണ്ട്. എനിക്കൊരു 10-24 ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ചേട്ടനൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻ അയച്ചിട്ട്, അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. അപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നാളായിട്ട് ചേട്ടൻ്റെ പൈസയും ഞാനിപ്പോൾ സീരിയൽ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന പൈസകളും എല്ലാം ചേർത്ത് നമ്മൾ ഒരു സ്ഥലം, നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു സ്ഥലം മേടിച്ചു. അപ്പോൾ സ്ഥലം മേടിച്ച് നമ്മളവിടെ ഒരു വീട് വെച്ചു. 4 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ സ്ഥലത്തിൽ വീട് വെച്ച് നമ്മളൊരു ബെൽറ്റ് കോൺക്രീറ്റ് വരെ കഴിഞ്ഞു. ഏകദേശം ഒരു 10, 15, 16, 18 ലക്ഷം രൂപ ഓളം വീടിനായി. അപ്പം എല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ 10 വർഷത്തിനിടയിൽ നമുക്ക് വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. കാരണം ആ ചേട്ടൻ സ്നേഹിച്ച പെൺകുട്ടി ചേട്ടനെ വർഷങ്ങളായി 10 വർഷത്തിനിടയ്ക്ക് വീട് വെച്ചാൽ മാത്രമേ ചേട്ടൻ്റെ കൂടെ വരത്തുള്ളെന്ന് പറഞ്ഞ് ചേട്ടന് അത്രയും സമ്മർദ്ദം കൊടുത്തത്. നമ്മളെ വീട്ടിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് അതിനേക്കാളും വലിയ റെന്റിലാണെങ്കിലും വലിയ വീടാണ്. അപ്പം ഞാൻ പല രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞ ഈ 10 കൊല്ലത്തിനിടയ്ക്ക് എന്നെയും അമ്മയും ആ പെൺകുട്ടി അവിടെ വീട്ടിൽ വന്ന് സംസാരിക്കാനോ ഒന്നിനും ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല. അമ്മയെ ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ചേട്ടൻ കാണിക്കുന്ന ഫോട്ടോകളിലൂടെ മാത്രമേ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ അവരുടെ ഓഫീസിൽ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരുടെ വീട്ടുകാർ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ചേട്ടൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്റെ ചേട്ടൻ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ പെൺകുട്ടിയാണ്. ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. ചേട്ടന്റെ മനം നൊന്ത് വിഷമിച്ചാണ് ചേട്ടൻ ആത്മഹത്യ ചെയ്തത്. ഈ 10 വർഷം ചേട്ടനെ വീടുണ്ടെങ്കിൽ മാത്രമേ കല്യാണത്തെ വിടത്തുള്ളെന്നും പല രീതിയിലും ടോർച്ചർ ചെയ്യുകയും ആ പെണ്ണിന്റെ വീട്ടുകാർ പരമാവധി സാമ്പത്തികമായിട്ട് പരമാവധി ചൂഷണം ചെയ്ത് അവരുടെ ഉദ്ദേശം ഒരിക്കലും ചേട്ടൻ്റെ കൂടെ വരണമെന്നുള്ളതല്ലായിരുന്നു. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ മാക്സിമം ചേട്ടനിൽ നിന്ന് പണം അടിച്ചു മാറ്റി ചേട്ടനെ പരമാവധി ചൂഷണം ചെയ്ത്. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സംഭവം ഞാൻ വിവരിക്കാം. അതായത് ഇപ്പൊ ഈ 3-4 ദിവസം മുമ്പ് എൻ്റെ ചേട്ടനെ ഒരു 3 മാസം മുമ്പ് ഈ പെൺകുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു, നിങ്ങളുടെ വീട് പണിയൊന്നും നടന്നില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു വീട് പണി ഇപ്പൊ ആയി 10-15 ലക്ഷം രൂപ എടുത്ത് ബെൽറ്റ് കോൺക്രീറ്റ് വരെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരുത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാം, കല്യാണം കഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചേട്ടൻ ലൗഡ് സ്പീക്കർ ഇട്ടപ്പോ പറഞ്ഞത് മോൻ പോയി ആത്മഹത്യ ഒന്നും ചെയ്യരുതെന്ന്. ഒരു അമ്മയെ ഇങ്ങനെ പറയുമോ? അവര് വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്തോട്ടെ. എന്നിട്ട് പറഞ്ഞ 3 മാസം കഴിഞ്ഞ് 3 മാസം മുമ്പ് പറയാണ് മോൻ ആത്മഹത്യ ചെയ്യരുതെന്ന്. എന്നിട്ട് ചേട്ടൻ അത് ഭയങ്കര ഇമോഷണൽ ചെയ്തായി. ഞങ്ങളെക്കാൾ കൂടുതൽ ആ പെൺകുട്ടിയെ, ഞാനും എൻ്റെ അമ്മയെക്കാളും കൂടുതൽ ആ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഞാൻ സംഭവം എന്താണെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ വിവരിക്കാം. 2-3 ദിവസം മുമ്പ് ഞാൻ വേറൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. അപ്പൊ അവരുടെ വീട്ടിൽ ചെറിയ ഇഷ്യൂസ് അതുകൊണ്ടായതുകൊണ്ട് അവളെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നു. ചേട്ടൻ പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വന്നു. നീ നിനക്ക് എന്നെക്കാൾ 1 വയസ്സിന് എളുപ്പമുള്ളൂ, അതായത് 32 വയസ്സ്. എനിക്ക് ചേട്ടൻ 33, എനിക്ക് 32. ഇവൾക്ക് വേണ്ടി ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നോണ്ട് അവര് വരത്തില്ല. അവരുടെ ഉദ്ദേശം വേറെയാണ്. അപ്പൊ നീ നിന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് പോവാ. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ വന്നില്ല. ഞാൻ പെട്ടിരിക്കുകയാണ്, നീ വിളിച്ചോണ്ട് പോവാ. നമ്മുടെ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്, അപ്പൊ നീ വിളിച്ചോണ്ട് ഹാർട്ട് പേഷ്യന്റ് ആണ് എൻ്റെ അമ്മ. അപ്പൊ ഞാനാണെങ്കിൽ അവളെ വിളിച്ചോണ്ട് വന്നു. കൊല്ലത്താണ് അവിടെ വീട്. വിളിച്ചോണ്ട് വന്ന് ചേട്ടന് ഞാൻ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ താലികെട്ട് ഇന്നിവിടെ മൊട്ടമുടി ശിവക്ഷേത്രത്തിൽ വെച്ച് നടത്താനിരിക്കുകയായിരുന്നു. ചേട്ടൻ ഇന്നലെ ഞങ്ങളുടെ ഇത്രയും 2-3 ദിവസം ലീവ് എടുത്തായിരുന്നു. കാരണം ഞങ്ങളുടെ സ്റ്റേഷനിൽ വരണം. പിന്നെ ഈ ചെറിയ ചടങ്ങാണ്. ഇപ്പോൾ കുറച്ച് ആളുകൾ മാത്രം, ഒരു 10 പേരോടെ ഉള്ളെങ്കിലും അവർക്ക് വേണ്ടി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അവളൊന്നും എടുക്കാതാണ് ഇവിടെ വന്നത്. ഒരു ചെറിയ ഡ്രസ്സ് മാത്രം എടുത്തിട്ടാണ് വന്നത്. അപ്പൊ അവൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ ചേട്ടൻ ഞങ്ങളെ ഏൽപ്പിച്ച് ഷർട്ടും തേച്ച് വെക്കടാ, എല്ലാം വെക്കും, ഞാൻ വെളിയിലൊന്നും അധികം പോകരുത്, കാരണം നിങ്ങളുടെ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞ് പോയ ചേട്ടൻ ഞങ്ങൾ പിന്നെ കണ്ടത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ദേഹം ഫുള്ള് പൊതിഞ്ഞ അവസ്ഥയിലാണ് ഞാനും എൻ്റെ അമ്മയും കണ്ടത്. അങ്ങനെയാണ് എൻ്റെ ചേട്ടനെ കണ്ടത്. എന്റെ കല്യാണത്തിന് ചേട്ടൻ പോയതാണ്. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇറങ്ങുന്നത് തൊട്ട് ചേട്ടനെ പിന്നെ മാനസികമായിട്ട് തളർത്തി. അതിനെല്ലാം പോലീസിന്റെ രേഖകളുണ്ട്, ഇവള് പിടിച്ചതിന്റെ രേഖകളുണ്ട്, സാക്ഷികളുണ്ട്. ഇവള് ചെയ്തെന്താന്ന് ചോദിച്ചാൽ
ചേട്ടനെ രാവിലെ വിളിച്ചിരുന്നു. രാവിലെ ഞാനും അമ്മയും ചേട്ടനോട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവള് വിളിച്ച് ഇവിടെ അമ്മയോട് എന്തോ ടോർച്ചറായിട്ട് രീതി സംസാരിച്ച് അമ്മയ്ക്ക് BP കൂടി. ആശുപത്രി വരെ ഞങ്ങൾ കൊണ്ടുപോകേണ്ട സ്ഥിതി വന്നു. ഹാർട്ട് പേഷ്യന്റായി എന്റെ അമ്മ ബോധം പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെയും ചേട്ടൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നോടും അവളോടും പറഞ്ഞ് നിങ്ങൾ വെളിയിലൊന്നും പോകരുതെന്ന് പറഞ്ഞ് ഷർട്ടും ഒക്കെ തേച്ച് നമുക്ക് നാളത്തേക്ക് സെറ്റാക്കാൻ ഞാൻ പോയി ഓഫീസിൽ പോയെന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ചേട്ടനെ ഞങ്ങൾ കണ്ടത് കാഷ്വാലിറ്റി ശരീരം ഫുള്ള് മൂടി കിടക്കുന്നതിന്റെ ചേട്ടനെയാണ് ഞങ്ങൾ കണ്ടത്. എന്നിട്ട് ബാക്കി ഞാൻ പറയാം. എന്നിട്ട് ഈ ചേട്ടൻ ഈ സ്ഥാപനത്തിൽ ചെന്ന എല്ലാവരോടും ഈ സ്ഥാപനത്തെ കുറിച്ച് ഒരു കുറ്റവും ഇല്ല. ഈ സ്ഥാപനം ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫുകളും ഞങ്ങൾക്ക് സഹകരണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരോട് എന്നും കടപ്പെട്ടിരിക്കും. അവർ ഞങ്ങൾക്ക് ഒരു രീതിയിലും ഒരു ഇതുമില്ല. ഈ സ്ഥാപനത്തിൽ ചെന്നിട്ട് ചേട്ടൻ സ്റ്റാഫുകളോടൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം, ഇങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ വിവരിക്കുകയും നാളെ കല്യാണത്തിന് എനിക്ക് 2-3 ദിവസം ലീവ് വേണം, അനിയന്റെ കല്യാണമാണ്, എന്റെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ പോയി. ചേട്ടൻ എന്നിട്ട് ലിഫ്റ്റ് കയറി പോയപ്പോ ഇവൾ മാനസികമായി ചേട്ടനെ തളർത്തുന്ന രീതിയിൽ സംസാരിക്കുകയും അതിനൊക്കെ പോലീസിന്റെ തെളിവുണ്ട്. 2-3 തവണ ഒരു 4 കോളോളം ഇവിടെ തൊട്ടേ വിളിയാണ്. ചേട്ടൻ ഇവിടെ ഇറങ്ങുന്ന തൊട്ട് വിളിയാണ്. അപ്പൊ വിളിച്ച് ചേട്ടന്റെ മനസ്സ് നശിപ്പിച്ചിട്ട് ചേട്ടൻ അവിടെ നിന്ന് കയറി ആത്മഹത്യ ചെയ്തതാണ്. അതിനെല്ലാം പോലീസിന്റെ തെളിവുണ്ട്. വേറെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ ചേട്ടൻ രാത്രി വരുന്നത് 11:30ക്കാണ്. ചേട്ടൻ സ്റ്റോർ മാനേജർ ആയതുകൊണ്ട് എല്ലാം അടച്ചിട്ടാണ് വരുന്നത്. ഈ 11:30 ഒരു 9 മണിയൊക്കെ ആയപ്പോ ഇവളുടെ മെസ്സേജ് എന്റെ അമ്മയുടെ ഫോണിലോട്ട് വരുക, ചേട്ടൻ അവിടെ വന്നോ, ചേട്ടൻ ഓക്കെ ആയോ, ചേട്ടൻ എന്തിനു പറ്റിയോന്ന്. അപ്പൊ അവൾക്ക് അറിയാം എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. മുകളിലോട്ട് കയറിപ്പോയ ചേട്ടൻ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കാണാതെ അവരെല്ലാം തപ്പി നടന്നപ്പോ ചേട്ടൻ മുകളിൽ നിന്ന് താഴെ ഒരു പറമ്പിലോട്ട് വീണ് കിടക്കുകയായിരുന്നു. അപ്പൊ ആ 1.5 മണിക്കൂർ ഇവൾ കോൾ ചെയ്തതിന് തെളിവ് പോലീസ് സ്റ്റേഷനുണ്ട്. ഇവള് മാനസികമായിട്ട് ചേട്ടനെ പിന്നെയും വിഷമിപ്പിച്ചതിന്റെ എല്ലാ തെളിവും പോലീസിന്റെ കയ്യിലുണ്ട്. ഇവിടെ അത്രയും ദ്രോഹമാണ് ചെയ്തത് എന്റെ വയസ്സായ എന്റെ അമ്മയ്ക്കും. എനിക്ക് ഇപ്പൊ ആരുമില്ലാതെ കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അറിയോ, കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അറിയോ, എന്റെ ചേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ ഭൂമി വീട് വെക്കുക. അറിയോ, അതും ഇപ്പൊ അവിടെ കൈതക്കുഴ സ്ഥലത്ത് കിടപ്പുണ്ട്. ഞങ്ങൾ ഇത്രയും കടവും ഇതെല്ലാം മേടിച്ച ചേട്ടന്റെ സ്വപ്നത്തിന് വേണ്ടിയാണ്, ചേട്ടന്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ട് ചേട്ടനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്രയും സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് പോകുന്ന ചേട്ടന്റെയാണ്. അറിയോ, എന്നിട്ട് ഈ 10 കൊല്ലം ഇവക്ക് സ്നേഹം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ചേട്ടനോട് ഇറങ്ങി വരായിരുന്നു, വന്നില്ല. ഇപ്പൊ ഓരോരുത്തരായിട്ട് വിളിച്ച് പറയാണ് ചേട്ടൻ അങ്ങനെ പൈസ എടുത്തിരുന്നു, ഇങ്ങനെ പൈസ എടുത്തിരുന്നു, എവിടെ പോയിരുന്നു ഈ പൈസയൊക്കെ, ഇവളൊക്കെ എന്ത് ചെയ്തിരുന്നു, ഇവളുടെ ഓരോ ഇതുവരെ പറയാം. പല തവണ ഇവള് ചേട്ടൻ പൈസ ഇവിടെ നിന്ന് മേടിച്ചു, ചേട്ടൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് അമ്മയുടെ അല്ലാതെ പൈസ, ചേട്ടന്റെ നൂറ്റുന്ന പൈസ അല്ലാതെ ഞാൻ അമ്മയുടെ നിന്ന് പൈസകൾ മേടിക്കുക, എല്ലാം ചെയ്യുന്ന ഈ ഫ്രോഡ് പെണ്ണാണ്. ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ കൂടപ്പറപ്പ് എന്റെ അമ്മയ്ക്ക് മോനുമാണ് നഷ്ടപ്പെട്ടത്. ഹാർട്ട് പേഷ്യന്റ് എന്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഇവിടെ സംഭവിച്ച എനിക്ക് പിന്നെ ആരുണ്ട്? ഒരാൾക്കും ഈ ഗതി വരരുത്. ഈ ലോകത്ത് ഒരുത്തിനും ഒരു മനുഷ്യ ജീവൻ എന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടതാണ്. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴത് മനസ്സിലാവും. ഇല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു താമസയും കാര്യങ്ങളുമായിരിക്കും. അറിയും, മിങ്ങിപ്പൊട്ടിയാ പറയണത്. ഞങ്ങൾക്ക് പറയാൻ ആരുമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ചേട്ടന്റെ ജീവിതം വേണമെന്ന്, എനിക്കൊരു ജീവിതം വേണമെന്ന് ചേട്ടൻ ആഗ്രഹിച്ച് ആ ചേട്ടനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഇവക്ക് തിരിച്ചു തരാൻ പറ്റുമോ ഒരു നിമിഷമെങ്കിലും എന്റെ ചേട്ടനെ? മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാനാണ് ആംബുലൻസ് എന്റെ ചേട്ടനെ എടുത്തത്. ഞാൻ ഡ്രൈവർ പെണ്ണിലും ഞാൻ ബാക്കിൽ എന്റെ മടിയിലാണ് ചേട്ടൻ കിടന്നത്. കാല് തൊട്ട് ഞാൻ നമസ്കരിച്ച് എന്റെ ചേട്ടനോട് ഞാൻ ചോദിച്ചു എന്തിനു പോയി ഈ ടോക്സിക്കായ ഈ പെൺകുട്ടിയെ ഫാമിലി ഇതിന്റെ പുറകെയൊക്കെ പോയി. ചേട്ടന്റെ മരണത്തോടുള്ള പ്രശ്നം നടക്കുമ്പോൾ ഞങ്ങൾക്ക് പിറ്റേ ദിവസം കല്യാണമാണ്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു വന്ന സമയത്ത് ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ്, ഒരു സന്തോഷമായിട്ടുള്ള വിവാഹത്തിന്റെ ഒരു മൊമെന്റ് നടക്കുന്ന വീട്ടില് മരണവാർത്തയാണ് എത്തുന്നത്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കാതാണ്. രാത്രിയാണ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് കൂട്ടുകാരനാണ് പറയുന്നത് ചേട്ടൻ ഇതേപോലെ ആക്സിഡന്റ് ആയി ഇങ്ങനെ മരിച്ചു. അപ്പോ ഞങ്ങൾക്ക് വളരെ രീതിയിൽ വേദനിക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വിവാഹം നടക്കേണ്ട ദിവസമാണ്. അപ്പൊ ചേട്ടൻ അതിന് വളരെ സപ്പോർട്ടീവാണ്. ചേട്ടൻ അതിൽ സന്തോഷമായിരുന്നെങ്കിലും ഇതെല്ലാം നശിപ്പിച്ച് ഈ ജീവിതം നശിപ്പിച്ചതും ഈ ഒരു വിവാഹ ജീവിതം നശിപ്പിച്ചതും ചേട്ടന്റെ മരണത്തിന് കാരണം ഉത്തരവാദിയായത് സരിത മാത്രം. വളരെ രീതിയിൽ അവരുടെ അമ്മയാണെങ്കിൽ പോലും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ രാത്രി
ഹോസ്പിറ്റലിൽ പോയി മോർച്ചറി പോയി ചേട്ടനെ കണ്ടിട്ട് 2-2:30 മണിയായപ്പോ ആ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോ സരിതയുടെ അമ്മ ഫോണിൽ വിളിച്ചിരുന്നു, അമ്മയുടെ ഫോണിൽ വിളിച്ചപ്പോ അവര് ചോദിച്ച അമ്മ ചോദിച്ചു, നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്റെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെള്ളം കുറച്ച് അവിടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ സരിതയുടെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ പറയുകയാണ്, അതിന് എന്റെ നിങ്ങളുടെ മകനെ എന്റെ മകൾ എന്താ ചെയ്തതെന്നാ ചോദിച്ചത്. കാരണം അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ആ ചേട്ടൻ മരിച്ചെന്ന് അറിഞ്ഞ ആ മൊമെന്റിൽ തന്നെ ഈ കുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചേട്ടനെ എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഒരു ജീവന്റെ വില എന്ന് പറഞ്ഞാൽ കേവലം ഒരു വാട്സപ്പ് ബ്ലോക്കിലൂടെ ആണെന്നാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് വേറെ ഒരു പയ്യനെ കല്യാണം കഴിക്കാൻ കിട്ടുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കുകയും ഞങ്ങളുടെ വീടിന്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു താങ്ങായിട്ടുള്ള തണലായിട്ട് നിൽക്കുന്ന ചേട്ടനെയാണ് നശിപ്പിച്ചു കളഞ്ഞത്. നമ്മൾ സാധാരണക്കാരായ ഒരു കുടുംബ ഫാമിലിയാണ്. അപ്പം ഞങ്ങൾക്ക് ആകെ ഞങ്ങൾക്ക് നീതി ഈ രാജ്യത്തെ ഭരണകൂടത്തിനോടും നീതി ന്യായ വ്യവസ്ഥയോടും ഗവൺമെന്റിനോടും എല്ലാവരോടും അവരോട് പറയാനുള്ളത് നമുക്ക് നീതി കിട്ടണം. നമുക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം കൂടപ്പറപ്പാണ്, നമ്മുടെ ജീവനാണ്, നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഒരു തണലാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് നമുക്ക് നീതി തരണം. കാരണം ഞങ്ങൾക്ക് ആരും ചേട്ടൻ നഷ്ടപ്പെട്ടെങ്കിലും ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ചേട്ടനോട് ചെയ്തവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം. എനിക്ക് അത്രേ പറയുള്ളൂ. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് ആരുമില്ല.